ഓം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്यै നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗോവിന്ദ ഗോവിന്ദ ഹരേ മുരാരേ ഗോവിന്ദ ഗോവിന്ദ മുകുന്ദ കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ രഥാംഗപാണേ ഗോവിന്ദ ഗോവിന്ദ നമോ നമസ്തേ. സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. നമസ്തേ നമസ്തേ പ്രിയ ഹരേ കൃഷ്ണ കുടുംബത്തിലെ സജ്ജനങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. പണ്ഡിതാഗ്രേസരനും ദേവിയുടെ ഇഷ്ടഭക്തനുമായ ശ്രീ പാലേലി നാരായണൻ നമ്പൂതിരിയാൽ വിരചിതമായ ദേവീ നാരായണീയം എന്ന ഈ കൃതി ഒരു ദേവീ സ്തുതിയാണ്. ശ്രീ വേദവ്യാസനാൽ രചിക്കപ്പെട്ടിട്ടുള്ള ശ്രീമദ് ദേവി മഹാഭാഗവതത്തിന്റെ സംഗ്രഹമായി ശ്രീ പാലേലി നാരായണൻ നമ്പൂതിരി രചിച്ചിട്ടുള്ള ദേവീ നാരായണീയം എന്ന ഈ കൃതി അദ്ദേഹത്തിന്റെ ആ ദേവിക്കുള്ള സ്വയം നിവേദ്യമാണ്. 41 ദശകങ്ങളിലായി രചിച്ചിട്ടുള്ള ദേവീ നാരായണീയത്തിൽ 1 മുതൽ 15 വരെയുള്ള ദശകങ്ങൾ നാം അനുസ്മരിച്ചു കഴിഞ്ഞു. ആരാധ്യരായ ശ്രീ പാലേലി നാരായണൻ നമ്പൂതിരിയാൽ വിരചിതമായ ദേവീ നാരായണീയം എന്ന ഗ്രന്ഥത്തിലെ 16ാമത്തെ ദശകം സുദർശനന്റെ വിവാഹരംഗമാണ് ഈ ദശകത്തിൽ സ്തോത്രകാരൻ വർണ്ണിക്കുന്നത്. ശ്രീ പാലേലി നാരായണൻ നമ്പൂതിരി സംസ്കൃതത്തിലും സാഹിത്യത്തിലും അഗാധമായ പാണ്ഡിത്യവും ദേവിയുടെ ഉപാസനയിൽ അനുപമമായ ഭക്തിഭാവവും മനസ്സിൽ നിറച്ചു വെച്ചിട്ടുള്ള അദ്ദേഹം 16ാമത്തെ ദശകത്തിൽ സുദർശനന്റെ വിവാഹത്തെ, സുദർശനനിലൂടെ സുദർശനന്റെ വിവാഹരംഗം അല്ലെങ്കിൽ ആ സുദർശന വിവാഹം, ആ കഥയാണ് ഈ 16ാമത്തെ ദശകത്തിൽ വിവരിക്കുന്നത്. സുദർശനൻ ഭഗവത് ഭക്തനാണ്. പിന്നീട് ശ്രീ പാലേലി നാരായണൻ നമ്പൂതിരി ദേവിയുമായി സംവദിച്ചുകൊണ്ടാണ് ഈ സ്തോത്രരചന രചിച്ചിട്ടുള്ളത്. ഇന്നത്തെ പാഠഭാഗം ദശകം 16 സുദർശന വിവാഹം, ശ്ലോകങ്ങൾ 5, 6, 7, 8. ഈ 4 ശ്ലോകങ്ങളുടെ പാരായണം, പദച്ഛേദം, അന്വയാർത്ഥം, വ്യാഖ്യാനം എന്നിവയെല്ലാമാണ്. അത് നമുക്കിന്ന് പഠിക്കാം. എല്ലാവർക്കും ഇന്നത്തെ പഠന ക്ലാസ്സിലേക്ക് വളരെ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ആദ്യം ശ്ലോകങ്ങളുടെ പാരായണം, അതിനുശേഷം പദച്ഛേദം, അന്വയം, വ്യാഖ്യാനം എന്നിവയെല്ലാം ശ്രവിക്കാം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ദശകം 16 സുദർശന വിവാഹം, ശ്ലോകം 5 പാരായണം. ബാലോയമിത്യേഷ മയാശ്രമേ പ്രാഗുപേക്ഷിത സോത്രരിപുത്വമേതി മായം ച വധ്വാ വ്രിയതാം
മൃതശ്ചേദ ഹന്യാമിമം താം ച ഹരേയം ആശു. ശ്ലോകം 6. ശ്രുത്വാ യുധാജിദ്വചനം നൃപാല ഹിതൈഷിണ കേജുദുപേത്യ സർവം സുദർശനം പ്രോചുരധാഭിധീര സ നിർഭയോ നൈവ ചാലദേവീം. ശ്ലോകം 7. ഏകത്ര പുത്രീ ച സുദർശനശ്ച യുധാജിദന്യത്ര ബലീസകോപഃ തന്മധ്യഗോ മക്ഷു നൃപ സ്വബാഹുർ ബദ്ധാഞ്ജലി പ്രാഹ നൃപാൻ വിനമ്രഃ. ശ്ലോകം 8. നൃപാവചോ മേ ശൃണുതേഹ ബാല നായാതി പുത്രീ മമ മണ്ഡപേത്ര തത്ക്ഷമ്യതാം ശ്രോത്ര നയാമ്യഹം താം യഥാദ്യവോ വിശ്രമമന്ദിരാണി. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്ലോകം 5. പദച്ഛേദം, അന്വയം, അന്വയാർത്ഥം, വ്യാഖ്യാനം നോക്കാം. പദച്ഛേദം. അയം ബാലഃ ഇതി ഏഷഃ മയാ ആശ്രമേ പ്രാഗ് ഉപേക്ഷിതഃ സഃ അത്ര രിപുത്വം ഏതി മാ അയം ച വധ്വാ മ്രിയതാം വൃതഃ ചേത് ഹന്യാം ഇമം താം ച ഹരേയം ആശു. അന്വയാർത്ഥം നോക്കാം. അയം ബാലഃ ഇതി, ഇവൻ ബാലനാണല്ലോ എന്നോർത്ത്. മയാ പ്രാഗ് ഏഷഃ, ഞാൻ പണ്ട് ഇവനെ ആശ്രമേ ഉപേക്ഷിതഃ, ആശ്രമത്തിൽ വെച്ച് ഉപേക്ഷിച്ചതാണ് അല്ലെങ്കിൽ വിട്ടതാണ്. സഹ അത്ര രിപുത്വം ഏതി, അവൻ ഇതാ ഇവിടെ ശത്രുവായി വന്നിരിക്കുന്നു. അയം വധ്വാ, ഇങ്ങനെ ഇവനെ വധു മാ മ്രിയതാം ച, വരിക്കാൻ പാടില്ല. വൃതഃ ചേത് ഇമം ഹന്യാം, വരിച്ചാൽ ഇവനെ ഞാൻ ഹന്യാം കൊല്ലും. താം ച ആശു ഹരേയം, അവളെ കൊണ്ടുപോവുകയും ചെയ്യും. ഈ ശ്ലോകത്തിന്റെ വിവരണത്തിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ശ്ലോകത്തില് യുധാജിത്ത് വളരെ ക്രോധാകുലനായിട്ട് സഭയിൽ നിന്ന് എഴുന്നേറ്റ് പറഞ്ഞു, ഒരിക്കലും ഈ വധുവിനെ സുദർശനന് കൊടുക്കരുത്. വധു ലോകഹിതമൊന്നും അറിയാത്തവളാണ്, സുദർശനനാണെങ്കിൽ ദുർബലനുമാണ്. പിന്നീട് ഇതാ പറയുന്നു, പണ്ട് ഭരദ്വാജ ആശ്രമത്തിൽ നിന്ന്, അതായത് ഇവിടെ ചെറിയ കുട്ടിയാണല്ലോ എന്ന് കരുതി, മയാ പ്രാഗേഷഃ ആശ്രമേ ഉപേക്ഷിത, ഇവൻ ബാലനാണല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇവനെ ആ ആശ്രമത്തിൽ ഉപേക്ഷിച്ചത്. ഇപ്പോ അവൻ എനിക്കിതാ ശത്രുവായിട്ട് എത്തിയിരിക്കുന്നു. സഹ അത്ര രിപുത്വം ഏതി, അവൻ ഇവിടെ ഇതാ ശത്രുവായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഭരദ്വാജാശ്രമത്തിൽ നിന്ന് മനോരമയെയും സുദർശനെയും ബലാത്കാരേണ പിടിച്ചു കൊണ്ടുവരാൻ ഒരുങ്ങിയതാണ് യുധാജിത്ത്. അന്ന് അവനെ കൊണ്ടുവരഞ്ഞത് തെറ്റായിപ്പോയി എന്ന് പറയുന്നു. ഇതാ ഇപ്പോൾ അവൻ, അന്നത്തെ അഭയാർത്ഥിയായ ഈ ബാലൻ ഇന്നിതാ എനിക്ക് പ്രതിയോഗിയായി മാറിയിരിക്കുന്നു. അയം വധ്വാഹ, ഇവനെ വധിച്ച് ഇവനെ വധൂമാ മ്രിയതാം, ഇവനെ വധുവരിക്കാൻ പാടില്ല. തന്നെയുമല്ല, വൃതഃ ചേത് ഇമം ഹന്യാം, ഇനി വധു ഇവനെ വരിച്ചാൽ ഞാൻ ഇവനെ വധിക്കും. ഈ വധുവിനെ ഞാൻ കൊണ്ടുപോവുകയും ചെയ്യും. വധുവായ ശശികല സുദർശനനെ തൻ്റെ ഇച്ഛപ്രകാരം വരിച്ചാൽ അവനെ കൊന്ന് ഇവളെ കൊണ്ടുപോകുമെന്ന് യുധാജിത്ത് ക്രോധത്തോടുകൂടി ഗർജിക്കുകയാണ്. ഭരദ്വാജ ആശ്രമത്തിലെ സുദർശനെ അമ്മയായ മനോരമയെയും ബലാത്കാരേണ പിടിച്ചു കൊണ്ടുപോകാൻ വന്ന ആളാണ് ആ യുധാജിത്ത്. അന്ന് യുധാജിത്തിന് അത് സാധിച്ചില്ല. എന്തുകൊണ്ട്? ആ മുനിയുടെ യോഗശക്തിയിൽ ഭയപ്പെട്ട് തിരിച്ചു വന്നു യുധാജിത്ത്.
ഇപ്പോ യുധാജിത്തിന്റെ മനസ്സിൽ സുദർശനനോടുള്ള പക, വിദ്വേഷം, അല്ലെങ്കിൽ ആ വിദ്വേഷം അങ്ങനെ വർദ്ധിച്ചു വരികയാണ്. സുദർശനന് വധുവിനെ ഒരിക്കലും കൊടുക്കരുത്, കൊടുത്താൽ ഞാൻ അവനെ ഇല്ലാതെയാക്കും, വധുവിനെ ഞാൻ കൊണ്ടുപോകും. ഇപ്രകാരം ആ യുധാജിത്ത് ഉച്ചത്തിൽ ഗർജിക്കുകയാണ്. ദേവി ഭാഗവതത്തിലെ വളരെ ചടുലമായ അല്ലെങ്കിൽ നാടകീയമായിട്ടുള്ള രംഗങ്ങളിൽ ഒന്നാണ് ശശികലാ സ്വയംവര രംഗം. 5-ാമത്തെ ശ്ലോകത്തിലൂടെ ഇപ്രകാരം വ്യാഖ്യാനിച്ചിരിക്കുന്നു. സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമ. ശ്രീ ഗുരുഭ്യോ നമ. ശ്ലോകം 6, പദച്ഛേദം. ശ്രുത്വാ യുധാജിത് വചനം നൃപാലാഹ ഹിതൈഷിണഃ കേചിത് ഉപേത്യ സർവം സുദർശനം പ്രോചുഃ അഥാപി ധീരഃ സഹ നിർഭയഃ ന ഏവ ചചാല ദേവി. അന്വയം. ഹേ ദേവി ഹിതൈഷിണഃ, അല്ലയോ ദേവി ഹിതൈഷികളായ കേചിത് നൃപാലാഹ, ചില രാജാക്കന്മാർ യുധാജിത് വചനം ശ്രുത്വ, യുധാജിത്തിന്റെ വാക്കുകൾ കേട്ട് സുദർശനം ഉപേത്യ, സുദർശനനെ സമീപിച്ച് സർവം പ്രോചുഹു, എല്ലാ കാര്യവും പറഞ്ഞു. അഥാപി ധീരഃ, എന്നിട്ടും ധീരനും, നിർഭയഃ സഹ, നിർഭയനുമായ അദ്ദേഹം, ആര്? സുദർശനൻ. ന ഏവ ചചാല, ഒട്ടും കുലുങ്ങിയില്ല. ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നോക്കാം. ദേവിയുടെ ഭക്തന്മാർക്ക് ഒരിക്കലും ഭയം ഉണ്ടാകില്ല. ഭയം എന്ന വികാരം അവർക്കുണ്ടാവില്ല. അഭയസ്വരൂപിണിയായി വരദാംബികയായ ആ ദേവി കൂടെ ഉള്ളത് കൊണ്ട് എന്തിനു ഭയക്കണം എന്നാണ്. അല്ലയോ ദേവി ഹിതൈഷിണഃ, ചില ഹിതൈഷികളായിട്ടുള്ള ചില രാജാക്കന്മാർ, കേചിത് നൃപാലാഹ, യുധാജിത്തിന്റെ ആ വാക്കുകളൊക്കെ കേട്ടപ്പോൾ സുദർശനെ സമീപിച്ചു. എന്നിട്ടോ സർവം പ്രോചുഹു, സകല കാര്യങ്ങളും പറഞ്ഞു. എന്നിട്ടും ധീരനും നിർഭയഃ സഹ, നിർഭയനും, അതായത് ധീരനും നിർഭയനും ആയ ആ സുദർശനൻ ന ഏവ ചചാലഃ, ന ഏവ ചചാലഃ, ഒട്ടും തന്നെ കുലുങ്ങിയില്ല. അതായത് എല്ലാവർക്കും ആഗ്രഹം എന്താണ്? സുദർശനന് നന്മ വരണം, ശശികലയ്ക്കും നന്മ വരണം. ഇവർ തമ്മിലുള്ള വിവാഹം നടന്നാൽ ഇവിടെ എന്താ ഉണ്ടാവുക? രക്തച്ചൊരിച്ചിലുണ്ടാവും. സുദർശനനെ അതിബലവാനായ യുധാജിത്ത് കൊല്ലും. അതുകൊണ്ട് വരാനുള്ളത് വരിക തന്നെ ചെയ്യും എന്നാണ് സുദർശനന്റെ നിലപാട്. നോക്കൂ, എങ്കിലും ഹിതൈഷികളായിരിക്കുന്ന, അതായത് ഹിതകാംക്ഷികളായിരിക്കുന്ന, എല്ലാവർക്കും നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന സജ്ജനങ്ങളായിരിക്കുന്ന ലോകാ സമസ്ത സുഖിനോ ഭവന്തു, അല്ലെ? ചില രാജാക്കന്മാര്, സജ്ജനങ്ങളായിട്ടുള്ള ചില രാജാക്കന്മാർ വന്ന് സുദർശനനോട് ഇതിൽ നിന്നും പിന്തിരിയാനായിട്ട് ആവശ്യപ്പെട്ടു. സുദർശനൻ പറഞ്ഞു, അതൊരിക്കലും ഉണ്ടാകില്ല. തനിക്ക് യുധാജിത്തിനോട് പകയോ വിദ്വേഷമോ ഒന്നും തന്നെ ഇല്ല. എല്ലാം ദേവിയുടെ സങ്കല്പമാണ്. ദേവിയെ ആശ്രയിക്കുന്നവൻ സുരക്ഷിതനാണ്. അതാണ് സുദർശനന്റെ മനസ്സിലുള്ള പ്രമാണം, അല്ലെങ്കിൽ മനസ്സിന്റെ ഉറപ്പ്. ആ ജഗദമ്പ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നിനെയും ഭയക്കേണ്ടതില്ലല്ലോ. ഒരു ഭാഗത്ത് സുദർശനൻ, ശശികല, മറുഭാഗത്തിന് യുധാജിത്ത്, അല്ലെ? ഇനി ശ്ലോകം 7 എന്താണെന്ന് നോക്കാം. ശ്ലോകം 7 പദച്ഛേദം നോക്കാം ആദ്യം. ഏകത്ര പുത്രീ ച സുദർശനഃ ച യുധാജിത്ത് അന്യത്ര ബലീ സകോപഃ തന്മധ്യഗഃ നൃപഃ സുബാഹുഃ ബദ്ധാഞ്ജലിഃ പ്രാഹ നൃപാൻ വിനമ്രഃ. അന്വയം നോക്കാം. പുത്രീ ച സുദർശനഃ ച ഏകത്ര. പുത്രിയും, പദച്ഛേദം, പുത്രീ ച സുദർശനഃ ച ഏകത്ര, അങ്ങനെയാണല്ലോ വന്നത്. അതെ, പുത്രീ ച സുദർശനഃ ച, പുത്രിയും സുദർശനനും ഒരു ഭാഗത്ത്, ബലീസകോപഹ യുധാജിത് അന്യത്ര, ബലവാനും പ്രബലനായിട്ടുള്ളവനും കോപം കൊണ്ട് ഉജ്ജ്വലിച്ചു നിൽക്കുന്നവനും ആയ യുധാജിത്ത് മറ്റൊരിടത്ത്. തന്മധ്യഗാഹ,
തന്മധ്യഗഹ നൃപഹ സുബാഹു. അവരുടെ മധ്യത്തിൽ അല്ലെങ്കിൽ അവരുടെ നടുവിൽപ്പെട്ട ആ രാജാവ് സുബാഹു അല്ലേ. വിനമ്രഹ ബദ്ധാഞ്ജലിഹി, വിനയത്തോടെയും ബദ്ധാഞ്ജലി കൈകൂപ്പിയും മങ്ക്ഷോ നൃപാൻ പ്രാഹ, വേഗത്തിൽ രാജാക്കന്മാരോട് പറഞ്ഞു. ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നോക്കാം. വളരെ വിനയത്തോടു കൂടിയിട്ടാണ് രാജാക്കന്മാരോട് സുബാഹു പറയുന്നത്. എങ്ങനെയെങ്കിലും സുദർശനൻ ബലാത്കാരേണ കന്യകയെ കൊണ്ടുപോകാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകാനാണ് വന്നത് അല്ലെ. കൊണ്ടുപോകാൻ അങ്ങനെ പറയുന്നത് ശരിയല്ല. തനിയെ വന്നതല്ല അല്ലേ. ഒരു അതിക്രമവും സുദർശനൻ ചെയ്തിട്ടുമില്ല. ശശികല സുദർശനെ ഒഴിച്ച് വേറെ ആരെയും വിവാഹം കഴിക്കുകയുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് സുദർശനൻ ബലാത്കാരേണ കന്യകയെ കൊണ്ടുപോകാനായിട്ട് വന്നതല്ല. അദ്ദേഹം യാതൊരു അക്രമവും പ്രവർത്തിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കെ ആ സുദർശനോട് ഇവിടുന്ന് വിട്ടുപോകാൻ പറയുന്നത് ശരിയല്ലല്ലോ. പിന്നെ ശശികലയാണെങ്കിലോ സുദർശനെ ഒഴിച്ച് മറ്റൊരാളെ വരിക്കുകയുമില്ല എന്ന്, വിവാഹം കഴിക്കുകയില്ല എന്ന് പറഞ്ഞു. ഇനി ഈ വിവാഹം നടന്നാൽ യുധാജിത്ത് സുദർശനനെ വധിക്കുന്നാണ് അല്ലെ പറയണത്. യുധാജിത്ത് അതിക്രമം കാണിച്ച് തന്റെ മകളെ തട്ടിക്കൊണ്ടുപോകും, അത് തീർച്ച. സുബാഹു എല്ലാം നല്ല പോലെ ആലോചിച്ച്, എല്ലാവരോടും കൂടിയിട്ട് ആലോചിച്ച് രാജ്യസഭയില് വന്ന് വളരെ വിനയത്തോടു കൂടിയിട്ട് എല്ലാ രാജാക്കന്മാരോടും പറയാണ്. എല്ലാവരോടും രാജ്യസഭയിൽ വന്നിട്ട് അദ്ദേഹം സുബാഹു വളരെ വിനീതമായിട്ട് വളരെ വിനയത്തോടുകൂടി പറയുകയാണ്. അത് അടുത്ത ശ്ലോകത്തിൽ നമുക്ക് നോക്കാം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്ലോകം 8 പദച്ഛേദം. നൃപാഹ വചഃ മേ ശൃണുത ഇഹ ബാല ന ആയാതി പുത്രീ മമ മണ്ഡപേ അത്ര തത് ക്ഷമ്യതാം ശ്വഃ അത്ര നയാമി അഹം താം യാത അദ്യ വഹ വിശ്രമമന്ദിരാണി. അന്വയം നോക്കാം. ഹേ നൃപാഹ മേ വചഃ, അല്ലയോ രാജാക്കന്മാരെ, മേ വചഃ എന്റെ വാക്ക്, മേ വചഃ എന്റെ വാക്ക്, ശൃണുത എല്ലാവരും കേൾക്കുവിൻ. ബാല മമ പുത്രി, എന്റെ മകൾ വളരെ ചെറുതാണ്, കുട്ടിയാണ്. ഇഹ അത്ര മണ്ഡപേ, ഇപ്പോൾ അവൾ ഈ വിവാഹ മണ്ഡപത്തിലേക്ക് ആയാതി വരുന്നില്ല. തക്ഷമ്യത, അത് എല്ലാവരും ക്ഷമിക്കണം, പൊറുക്കണം. ശ്വഃ അത്ര അഹം, നാളെ ഇവിടേക്ക് ഞാൻ താം നയാമി, അവളെ ഞാൻ കൊണ്ടുവന്നുകൊള്ളാം. അദ്യ വഹ, ഇന്ന് നിങ്ങൾ എല്ലാവരും സ്വന്തം സ്വന്തം വിശ്രമമന്ദിരാണി യാത, വിശ്രമമന്ദിരങ്ങളിലേക്ക് തൽക്കാലം ഇപ്പോൾ നിങ്ങൾ പോകുവിൻ. ഇതിന്റെ വിവരണം നമുക്ക് നോക്കാം. ഇന്ന് ഏതായാലും വിവാഹമില്ല അല്ലെ. ഹേ നൃപം മേ വചഃ, ഹേ നൃപ മേ വചഃ, അല്ലയോ രാജാക്കന്മാരെ, എല്ലാവരും എൻ്റെ വാക്ക് കേൾക്കണം. എൻ്റെ പുത്രി വളരെ ചെറിയ കുട്ടിയാണ്. ബാലാമമ പുത്രീഹി ഇഹ അത്ര മണ്ഡപേ, ഇപ്പോൾ ഈ വിവാഹ മണ്ഡപത്തിലേക്ക് ഇനി അവൾ ഇന്ന് വരുന്നില്ല. അത് നിങ്ങൾ എല്ലാവരും വളരെയധികം ക്ഷമിക്കണം, അല്ലെങ്കിൽ അതെല്ലാവരും സ്വീകരിക്കണം, പൊറുക്കണം. നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിച്ചു വരുത്തിയതാണ്, പക്ഷേ അവൾ ഇന്ന് ഈ മണ്ഡപത്തിലേക്ക് വരുന്നില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാവരും അതിൽ വളരെ വിനയത്തോടുകൂടി ഞാൻ പറയുകയാണ്, പൊറുക്കണേ. ശ്വഃ അത്ര അഹം, നാളെ ഇവിടേക്ക് ഞാൻ തന്നെ അവളെ കൊണ്ടുവരുന്നതാണ്. ഇന്ന് നിങ്ങൾ എല്ലാവരും സ്വന്തം സ്വന്തം മന്ദിരാണി യാതഃ, സ്വന്തം സ്വന്തം വിശ്രമ മന്ദിരത്തിലേക്ക് പ്രത്യേകമായിട്ടുള്ള സജ്ജമാക്കിയിട്ടുള്ള അവിടെ പോയി സുഖമായി വിശ്രമിക്കുക. അതായത് സുബാഹു രാജ്യസഭയിൽ വന്ന് പറയുകയാണ്,
ഇന്ന് വിവാഹം എന്തായാലും ഉണ്ടാവില്ല, അടുത്ത ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വിവാഹ മണ്ഡപത്തിൽ ആരും തന്നെ ഇനി കാത്തിരിക്കേണ്ടതില്ല. വളരെ വിനയത്തോടു കൂടിയിട്ടാണ് പറയണത് സുബാഹു. ആരും തന്നെ അതിനുവേണ്ടി ഇന്ന് കാത്തിരിക്കേണ്ട, എല്ലാവരും അവരവരുടെ വിശ്രമ മന്ദിരത്തിലേക്ക് പോയാലും. സുബാഹു അതാണ് ആ പറഞ്ഞതിന്റെ സാരം. അതായത് പിറ്റേന്ന് വിവാഹ മണ്ഡപത്തിലേക്ക് ശശികലയെ കൊണ്ടുവരാനാവില്ല എന്ന് നല്ല പോലെ അദ്ദേഹത്തിന് അറിയാം. എന്താണ് അത് സുബാഹുവിന് അറിയാം. പക്ഷേ തത്കാലം രക്ഷപ്പെടാൻ ഇതല്ലാതെ വേറെ യാതൊരു വഴിയുമില്ല. അപ്പൊ ഇങ്ങനെ പറയാനേ നിവൃത്തിയുള്ളൂ. പുത്രിയുടെ സുദർശനനോടുള്ള അനുരാഗം അല്ലെങ്കിൽ ആ സ്നേഹം അത്രയ്ക്കും ശക്തമാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം. പിന്നെ പ്രബലമാണെന്ന് ആ അതായത് ആ പുത്രിയുടെ സുദർശനനോടുള്ള അനുരാഗം പ്രബലമാണ് എന്ന സുബാഹുവിന്, ശശികലയുടെ പിതാവിന് ഇത്രയും ഉണ്ട്, അവൾക്ക് ഇത്രയും അനുരാഗം സുദർശനനോടുണ്ട് എന്ന് അദ്ദേഹം അറിഞ്ഞില്ല, അല്ലെങ്കിൽ അത് അദ്ദേഹം ചിന്തിച്ചില്ല, വിചാരിച്ചില്ല. ഇപ്പോൾ ഇതാ അദ്ദേഹത്തിന് അത് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? മണ്ഡപത്തിലേക്ക് അവൾ വന്നില്ലല്ലോ, അവിടെ ആ മറ്റു രാജാക്കന്മാരെ കാണാൻ പറഞ്ഞു സ്വന്തം പിതാവ്, എന്നാലും ആരെയും കൂട്ടാക്കിയില്ല അല്ലെ. എന്നിട്ട് പുത്രി പറയുന്നുണ്ട് പിതാവിനോട്, എന്നെ സുദർശനന് മാത്രം വിവാഹം കഴിച്ചു കൊടുത്താൽ മതി എന്നല്ലേ. ഇപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് തൻ്റെ പുത്രി സുദർശനന്റെ അനുരാഗത്തിലാണ്, സുദർശനനെ അനുരാഗിച്ചു കൊണ്ടിരിക്കുകയാണ്, അത്രയ്ക്ക് ശക്തമാണ്, അത്രയ്ക്ക് പ്രബലമാണ് എന്ന് ആ ശശികലയുടെ പിതാവായ സുബാഹു ആദ്യമൊന്നും അറിഞ്ഞില്ല. ഇപ്പോൾ അദ്ദേഹത്തിന് അത് വളരെ വ്യക്തമായി മനസ്സിലായി. അതാണ് ഇനി അതിൽ നിന്നൊന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇതുപോലെ പറയാൻ പറ്റുള്ളൂ. തൽക്കാലം രക്ഷപ്പെടണ്ടേ, വിവാഹ മണ്ഡപത്തിലേക്ക് രാജാക്കന്മാരെ വിളിച്ചു വരുത്തി അവരെ അപമാനിക്കാനും പാടില്ല. അപ്പൊ വളരെ വിനയത്തോടു കൂടിയിട്ട് പറഞ്ഞു, തൽക്കാലം അവരവരുടെ വിശ്രമ മന്ദിരങ്ങളിലേക്ക് എല്ലാവരും പോകുവിൻ അല്ലെ, അങ്ങനെ പറഞ്ഞു എന്നാണ് ഈ 8ാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ, സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.